ശ്രീ സന്ദീപ് വാര്യർ, സംവാദം നടക്കുന്നതിന് എന്തിനാണ് ഭയപ്പെടുന്നത് എന്നത് ന്യായമായ ഒരു ചോദ്യമാണ്. ഇത് എതിർക്കേണ്ടതാണെങ്കിൽ എതിർക്കാനും അങ്ങനെ ഒരു സ്പേസ് ഉണ്ടല്ലോ, നമുക്ക് അവിടെ എതിർക്കാമല്ലോ. അല്ലാതെ ഈ ദിനാചരണം നടത്തുകയേ വേണ്ട, ഇതിനെപ്പറ്റി ഓർക്കുകയേ വേണ്ട എന്നൊരു നിലപാട് എടുക്കുന്നതാണോ ശരി? അതോ ആ സംവാദത്തിന്റെ ഉത്തരമായി യഥാർത്ഥത്തിൽ എന്താണോ അറിയേണ്ടത് അത് അറിയുകയാണോ നല്ലത്? സംവാദം എന്ന് പറയുന്നതിനോട് ആർക്കും ഒരു എതിർപ്പില്ല. കാരണം ഈ രാജ്യത്തിന്റെ ഭരണഘടന പോലും രൂപീകരിക്കപ്പെട്ടത് വളരെ നീണ്ട ഒരു സംവാദത്തിന്റെ ഒടുവിലായിരുന്നു. ഇതൊരു മതനിരപേക്ഷ രാഷ്ട്രമായി അതിന്റെ എല്ലാ സ്വഭാവങ്ങളുള്ള ഒരു ഭരണഘടന അവിടെ രൂപീകരിക്കപ്പെട്ടത് വലിയൊരു സംവാദത്തിന്റെ ബാക്കിയായിട്ടാണ്. സംവാദത്തെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ഈ പറയുന്ന BJP RSS നേതാക്കളുടെ ആക്രോശങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? അവരുടെ ആക്രോശം എന്താ? ഇത് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ മറ്റാരാണ് ഇതിന് ഉത്തരവാദികൾ? ഈ പാർട്ടീഷൻ എന്ന് പറയുന്ന വിഭജനം എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള വേദനയും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വമുള്ള സംഗതിയായിരുന്നു. ബ്രിട്ടീഷ് രാജിന്റെ ഏറ്റവും അവസാനത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും അവസാനം നമ്മുടെ രാജ്യത്തിന് തന്നിട്ടുള്ള വേദനയായിരുന്നു ഈ വിഭജനം എന്ന് പറയുന്നത്. വളരെ പെട്ടെന്നുള്ള അവരുടെ വിഡ്രോവലും അതിനെ തുടർന്ന സാഹചര്യങ്ങളുമാണ് ഈ വിഭജനത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ആരും വിഭജനത്തിന് അനുകൂലമായിട്ടൊന്നുമില്ല. പക്ഷെ വാസ്തവത്തിൽ ഈ രാജ്യം രണ്ടാണ് എന്ന് ആദ്യം പ്രഖ്യാപിച്ചതാരാ? അങ്ങനെയാണെങ്കിൽ വിഭജനത്തിന്റെ രാജകുമാരൻ എന്ന് പറഞ്ഞ് സവർക്കറുടെ ഫോട്ടോ വെച്ച് ഇവർ ആരാധിക്കേണ്ടി വരും. 1937 ഹിന്ദു മഹാസഭയുടെ സെഷനിൽ സവർക്കർ ഡിക്ലെയർ ചെയ്തല്ലോ, ഇന്ത്യ cannot be assumed today to be a unitarian and homogeneous nation, but on the contrary there are two nations in the main, the Hindus and the Muslims എന്ന് ഡിക്ലെയർ ചെയ്തത് വീര സവർക്കറാണ്. ആ സവർക്കർ, വീര സവർക്കർ എന്ന് വിളിക്കപ്പെടുന്ന ആ സവർക്കറെ വിഭജനത്തിന്റെ രാജകുമാരൻ എന്ന് പറഞ്ഞ് 14-ാം തീയതി ഇവരങ്ങ് ആഘോഷിക്കട്ടെ, രാജ്യവ്യാപകമായിട്ട് ആഘോഷിച്ചോട്ടെ. വാസ്തവത്തിൽ നോക്കൂ, ഈ വിഭജനം എന്ന് പറയുന്ന ഒരു മുറിവാണ്. മുറിവ് ആരും ആഘോഷിക്കാറില്ല, മുറിവ് ഉണക്കാറേ ഉള്ളൂ. ഇവിടെ മുറിവ് ആഘോഷിക്കണം, മുറിവ് വീണ്ടും വീണ്ടും അതിങ്ങനെ പഴുത്ത് ഒലിക്കണം എന്നുള്ളത് ഒരു ദുഷ്ടലാക്കാണ്, രാഷ്ട്രീയ ദുഷ്ടലാക്കാണ്. ഇവിടെ ഹിന്ദു എന്നും മുസൽമാൻ എന്നും പറഞ്ഞ് നമ്മുടെ ഈ ബാക്കിയുള്ള ഈ നമ്മുടെ രാജ്യത്തെ വീണ്ടും വിഭജനത്തിലേക്ക് നയിക്കണം, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കണമെന്ന ദുഷ്ടബുദ്ധിയോട് കൂടിയിട്ടാണ് ഈ വർത്തമാനമൊക്കെ പറയുന്നത്. അതിലപ്പുറം ഒന്നുമില്ല. അതിനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ധീരോദാത്തമായ മറ്റ് ഏടുകളുമായിട്ട് എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുള്ള പല പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പോരാട്ടങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ പലതും ഓർക്കുന്നുണ്ട്. പക്ഷേ അതിനെ രാജ്യത്ത് ഇതുപോലെ നമ്മുടെ രാജ്യം വിഭജിക്കപ്പെട്ട വളരെ ദുഃഖകരമായിട്ടൊരു സാഹചര്യത്തിൽ അങ്ങനെ എല്ലാ ആളുകളും തുല്യതയോടുകൂടി ദുഃഖം അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ, എല്ലാ ആളുകൾക്കും പ്രയാസമുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യത്തിൽ ആ മുറിവ് ഉണങ്ങരുത് എന്ന ദുഷ്ടലാക്കോടുകൂടി അത് വീണ്ടും വീണ്ടും ഓർമ്മിക്കപ്പെടണം, ആഘോഷിക്കപ്പെടണം എന്ന് പറയുന്നത് BJPയുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണെന്ന് തിരിച്ചറിയാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചോറുണ്ടെന്ന ബുദ്ധിമതി. ശ്രീ സന്ദീപ് വാര്യർ, എല്ലാ ഏപ്രിൽ 14 നമ്മൾ ആചരിക്കുന്നത് ജാലിയൻ വാലാബാഗ് ദിനമായിട്ടല്ലേ? ജാലിയൻ വാലാബാഗ് ആഘോഷത്തിന്റെ ദിനമല്ലല്ലോ. അത് നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വേദനകളിലൊന്നിന്റെ ദിനമാണ്. അത് നമ്മുടെ കുട്ടികളോട്, നമ്മുടെ സമൂഹത്തോട് അത് മറക്കരുത്, അവരുടെ രക്തസാക്ഷിത്വം മറക്കരുത് എന്ന് പറയാൻ വേണ്ടിയല്ലേ ജാലിയൻ വാലാബാഗ് ദിനം ആചരിക്കുന്നത്? ജാലിയൻ വാലാബാഗ് ഇന്ത്യക്കാരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം വെടിവെച്ചു വന്ന ദിവസമാണ്. നമ്മുടെ പാർട്ടീഷൻ എന്ന് പറയുന്നത് അതുപോലെയാണോ? നമ്മുടെ ആളുകൾക്കിടയിൽ നടന്നിട്ടുള്ള ഒരു കലാപ സാദൃശ്യമായിട്ടുള്ള ഒരു സമയമാണ്. നമ്മുടെ തന്നെ ആളുകൾ പരസ്പരം വെട്ടിക്കൊന്നിട്ടുള്ള സമയമാണ്, പരസ്പരം കൊലപാതകം ചെയ്തിട്ടുള്ള സമയമാണ്, പരസ്പരം റേപ്പുകൾ ഉൾപ്പെടെ മനുഷ്യത്വരഹിതമായ ഒട്ടേറെ കാര്യങ്ങൾ നടന്നിട്ടുള്ള സമയമാണ്. അത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും ഇത് നോക്കൂ, ഇതിൽ ആരാണ് ഉത്തരവാദികളല്ലാത്തത്? ആർക്കാണ് ഇതിൽ വേദന അനുഭവിക്കേണ്ടി വരാതിരുന്നുള്ളത്? എല്ലാ വിഭാഗം ആളുകൾക്കും ഇതിൽ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടില്ലേ? എല്ലാവരും ഇതിന്റെ ഒരുപോലെ വേദന പേറിയ ആളുകളല്ലേ? അതെന്തിനാണ് ഇവിടെ ഒരു വിഭജനത്തിന്റെ ദിവസം എന്ന് പറഞ്ഞ് വീണ്ടും ആഘോഷിക്കുന്നത്? എന്തിനാണ് അതെന്തിനാണ് ആചരിക്കുന്നത്? അത് ആചരിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് കിട്ടാനാണ്? നമ്മൾ ജന്മദിനം മാത്രം ആഘോഷിക്കുന്നവരല്ല, നമ്മൾ മരിച്ച ദിനത്തെ ഓർമ്മ ദിനങ്ങളെ ആചരിക്കുന്നവരല്ലേ? ഓർമ്മകൾ ഉണ്ടാവുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം എന്നത് മാത്രം. ഇപ്പോൾ സന്ദീപ് വചസ്പതി ഉന്നയിച്ച ഒരു ചോദ്യം, മറ്റെല്ലാം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ, ഈ ഒരു കാര്യം പറയുമ്പോൾ മാത്രം വേദനിക്കുന്നത് എന്തിനാണ്? ഞാൻ അതിനെ കൗണ്ടർ ചെയ്തത് താങ്കൾ കേട്ടതാണ്. പക്ഷെ അപ്പോഴും ഈ ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. നമ്മൾ ശരിയാണ്, സമൂഹം എന്ന നിലയ്ക്ക് നമ്മളെല്ലാം ആചരിക്കാറുണ്ട്, നമ്മളെല്ലാം ഓർക്കാറുണ്ട്. പിന്നെ ഇത് മാത്രം ഓർക്കരുത് എന്ന് പറയുന്നതിൽ ഒരു യുക്തിയുണ്ടോ? ഈ പാർട്ടീഷന്റെ കാലത്ത് മരിച്ച ആളുകളൊന്നും പനി ബാധിച്ച് മരിച്ചവരല്ലല്ലോ. അവരൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു കലാപം, അതായത് നമ്മുടെ ആളുകൾ തന്നെ പരസ്പരം ഉണ്ടായിട്ടുള്ള ഒരു കലാപത്തിന്റെ ഭാഗമായി മരിച്ച ആളുകളാണ്. ആ കലാപത്തിന്റെ ഓർമ്മകൾ വീണ്ടും ജനങ്ങളിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടത് ആരുടെ ദുഷ്ടബുദ്ധിയാണ്? അത് ദുഷ്ടബുദ്ധിയല്ലേ? അത് ചിന്തിച്ചാൽ മനസ്സിലാവൂലേ എന്തിനു വേണ്ടിയിട്ടാ അവർ പണിയെടുക്കുന്നതെന്ന്? ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, അല്ലാതെ എന്ത്? ആരാ ഇത് ആഹ്വാനം ചെയ്ത മഹാൻ ആരാണ്? അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് അവസാനം തോൽക്കുമെന്നായപ്പോ
പോയിട്ട് ആളുകളെ വസ്ത്രം നോക്കി മതം തിരിച്ചറിയാൻ പറഞ്ഞ ആളല്ലേ? അവസാനം ഇലക്ഷൻ കമ്മീഷന്റെ ഔദാര്യത്തിൽ നടപടിയിൽ നിന്ന് രക്ഷപ്പെട്ടയാളല്ലേ? അദ്ദേഹമാണല്ലോ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആഹ്വാനം ഒന്നും അനുസരിക്കാൻ ഒരു പൊതു മനസാക്ഷിയും അനുവദിക്കില്ല. രാജ്യം നല്ല രീതിയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മതനിരപേക്ഷ മനസ്സുള്ള ഒരു മനുഷ്യനും ഈ വർഗീയ വിഭജനത്തിന്റെ വർഗീയ വിഷം പേർന്ന വിദ്വേഷം വമിപ്പിക്കുന്ന ഇത്തരം ആചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുകയില്ല എന്നുള്ളത് 100%. പ്രത്യേകിച്ചും കേരളത്തിന്റെ മണ്ണിൽ ഇത് വിലപ്പോകാൻ പോകുന്നില്ല. കേരളത്തിന്റെ മണ്ണിൽ ഇത് വിലപ്പോകാൻ പോകുന്നില്ല. കേരളം ഇത് അനുവദിക്കാനും പോകുന്നില്ല. ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഇത് നമ്മൾ വളരെ നിഷ്കളങ്കമായിട്ട് എല്ലാ കാര്യങ്ങളെയും സമീപിക്കുന്നത്. ഇവർക്ക് എല്ലാത്തിനും കുയുക്തിയാണുള്ളത്. എല്ലാത്തിനും ഉള്ളതൊരു കുയുക്തിയാണ്. എന്താ ഇത്തരത്തിലുള്ള ജാലിയൻ വാലാബാഗ് നിങ്ങൾ ആചരിക്കുന്നില്ല. ജാലിയൻ വാലാബാഗ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നമ്മുടെ ആളുകളെ വെടിവെച്ചു വന്ന സംഭവമാണ്. അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. വിഭജനം അങ്ങനെയാണോ? വിഭജനം അങ്ങനെയല്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള തരംതിരിക്കാനൊക്കെ പറ്റുമോ ശ്രീ സന്ദീപ് വാര്യർ? അതായത് നമ്മുടെ ആളുകൾ കൊല്ലപ്പെട്ട മുഴുവൻ നമ്മുടെ ആളുകളാണ് കൊല്ലപ്പെട്ടതെങ്കിൽ അത് ഓർത്ത് വെക്കാം. അതല്ല, നമ്മുടെ ആളുകൾ പരസ്പരം പോരടിച്ചതാണ്, അതും ഓർമ്മയാണ്. അതും നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതങ്ങനെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഇല്ലായ്മ ചെയ്യണം അല്ലെങ്കിൽ മായ്ച്ചു കളയാൻ കഴിയുന്ന ഒന്നല്ലല്ലോ. ഈ ഓർമ്മകളുടെ ഒരു പ്രത്യേകത എന്താണ്? ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നതിന്റെ കൂടി ഓർമ്മപ്പെടുത്തലല്ലേ എപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കുന്നത് അതിനൊക്കെയല്ലേ? അല്ല, അങ്ങനെ ഈ നാട്ടിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ എല്ലാവരെയും ഓർമ്മിപ്പിക്കാറുണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾ പോലും പല കാര്യങ്ങളും സെൻസർ ചെയ്തിട്ടല്ലേ അവതരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ്? സമൂഹത്തിൽ ഇനി ഭിന്നിപ്പുണ്ടാവരുത്, സമൂഹത്തിന് ദോഷകരമായി സംഭവിക്കരുത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ മതപരമായിട്ടുള്ള രീതിയിൽ ഒരു വിദ്വേഷം ജനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ടെലികാസ്റ്റ് ചെയ്തെന്ന് നിങ്ങളുടെ ധാർമ്മികതയുടെ ഭാഗമാണ്, മാധ്യമ ധാർമ്മികതയുടെ ഭാഗമാണ്. ആ ധാർമ്മികത എല്ലാ പൊതുസമൂഹത്തിലെ എല്ലാവർക്കും ബാധകമാണ്. ആ ധാർമ്മികത ഗവൺമെന്റിനും ബാധകമാണ്. ഇവിടെ ഗവൺമെന്റ് തന്നെ നാട്ടിൽ സാധാരണക്കാരൻ ചെയ്താൽ 153A വരുന്ന കാര്യം ഗവൺമെന്റ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇത് തോന്നിവാസമാണ്. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ആ ഒരു ധാർമ്മികത നാട്ടിലെ ജനങ്ങൾ തമ്മിൽ ഇതിലെവിടെയാണ് മതസ്പർദ്ധയുണ്ടാവുന്നത്? ശ്രീ സന്ദീപ് വാര്യർ ഒന്ന് വിശദീകരിക്കാമോ? ഇങ്ങനെ ഒരു ദിനാചരണം നടക്കുമ്പോൾ അതിലെവിടെയാണ് മതസ്പർദ്ധ ഉണ്ടാവുന്നത്? അല്ല, BJPയുടെ പ്രതിനിധി പറഞ്ഞിട്ടല്ലോ ഞങ്ങൾ ഉത്തരവാദികളല്ല. അപ്പൊ പിന്നെ ആരാ ഉത്തരവാദികൾ? അവർ പറയട്ടെ. ഞങ്ങൾ പറയുന്നത് ഈ വിഭജനത്തിന് എല്ലാവർക്കും തുല്യമായിട്ടുള്ള വേദന സമ്മാനിച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ അമിത്ഷാ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇന്ത്യ രണ്ടായി വിഭജിച്ച് ഭാരതമാതാവിന്റെ അഭിമാനത്തിൽ മുറിവേൽപ്പിച്ച ദിനം എന്നാണ് ഇന്നത്തെ ദിവസത്തെ പറ്റി അമിത്ഷാ പറഞ്ഞത്. ഇതിൽ കോൺഗ്രസിന് കൂടുതൽ പൊള്ളുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഓർമ്മ വേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണോ? അതാണ് ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ. ഏറ്റവും അവസാന നിമിഷം വരെ വിഭജനത്തെ എതിർത്തവരാണ് കോൺഗ്രസിന്റെ അന്നത്തെ ലീഡേഴ്സ്. മഹാത്മാഗാന്ധി ആണെങ്കിലും പട്ടേൽ ആണെങ്കിലും നെഹ്റു ആണെങ്കിലും എല്ലാവരും ഏറ്റവും അവസാന നിമിഷം വരെ വിഭജനത്തിനെതിരായിരുന്നു. മറ്റൊരു പോംവഴിയുമില്ലാതെ വന്നപ്പോഴാണ് വിഭജനത്തിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്. മറ്റൊരു പോംവഴിയുമില്ലാതെ വന്നപ്പോഴാണ് വിഭജനം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് പോകേണ്ടി വന്നത്. ബ്രിട്ടീഷ് രാജിന്റെ ഏറ്റവും അവസാനത്തെ ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ പ്രഹരമായിരുന്നു എന്നുള്ളത് ആർക്കും തർക്കമില്ല. നമ്മൾ ആരും മനസ്സോട് കൂടിയിട്ടല്ല അതിനെ സ്വീകരിച്ചത്. പക്ഷേ രാജ്യം സ്വതന്ത്രമാകാൻ വേണ്ടി, ബ്രിട്ടീഷ് സാമ്രാജ്യം സ്വതന്ത്രമാകാൻ വേണ്ടി മറ്റൊരു മാർഗവുമില്ലാതെ വന്നപ്പോ അന്നത്തെ സാഹചര്യത്തിൽ അത് പലതരത്തിലുള്ള സാഹചര്യങ്ങളുടെ ഒരു സംയോജനമാണ് ഉണ്ടായത്. അന്നത്തെ പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നത് വിഭജനത്തിലേക്കായിരുന്നു. അതിന് ആരും ഉത്തരവാദികളല്ല. അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താ? അന്നത്തെ സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങൾ വീണ്ടും ആവർത്തിക്കണമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. അത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കണമെന്നും ഒരു വിഭാഗത്തെ അപരവൽക്കരിച്ച് മാറ്റി നിർത്തണമെന്നും BJP ആഗ്രഹിക്കുന്നുണ്ട്, RSS ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ പ്രത്യയശാസ്ത്രപരമായിട്ട് എന്താ പറയാ, ഈ അവരുടെ ഒരു ആന്റി മുസ്ലിം ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള സമീപനത്തിന്റെ ഭാഗം തന്നെയാണത്. ഒരു സംശയവും തർക്കമോ കാര്യത്തിൽ വേണ്ട. അങ്ങനെ നാടിനെ ഭിന്നിപ്പിക്കുന്ന, നാടിനെ വീണ്ടും പ്രയാസത്തിലാക്കുന്ന നടപടിയിലേക്ക് പോകാൻ പാടില്ല. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെയാണെങ്കിൽ 1937 സവർക്കർ ആണെന്നേ ടു നേഷൻ തിയറി ആദ്യമായിട്ട് ഉന്നയിച്ചത്. ജിന്ന 40 മാത്രമേ ഉന്നയിച്ചിട്ടുള്ളൂ. 40 മുമ്പ് 37 തന്നെ സവർക്കർ പറഞ്ഞു ഹിന്ദുവും മുസ്ലിമും 2 രാജ്യമാണ്. അങ്ങനെയാണെങ്കിൽ സവർക്കർ അല്ലേ വിഭജനത്തിന് ഉത്തരവാദി? അതങ്ങ് അവർ അംഗീകരിച്ചാൽ മതി. കോൺഗ്രസ് ഒന്നുമല്ല, സവർക്കറാണ് ടു നേഷൻ തിയറി ഇവിടെ കൊണ്ടുവന്നത്. കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്തവരാണ്, ജയിലിൽ പോയവരാണ്. ഇങ്ങനെ ഒരു ദിനാചരണം വരുമ്പോ ഒരുപക്ഷെ അത് പറയാനുള്ള ഒരു അവസരം കൂടെ കിട്ടുകയല്ലേ? പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഈ നാട്ടിൽ അങ്ങനെ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇവിടെ നാട് സമാധാനപരമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് സർക്കാരിന്റെ ചുമതല. അതിന് പകരം സർക്കാർ തന്നെ നേരിട്ട് ഈ നാട്ടിൽ മതപരമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള പണിയെടുക്കുന്നു. ഇത് ചെയ്യുന്നയാൾ നരേന്ദ്രമോദിയാണല്ലോ.
അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷനിൽ പ്രസംഗിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി മതപരമായ ധ്രുവീകരണം ആയുധമാക്കുന്ന നരേന്ദ്രമോദി നൽകിയിട്ടുള്ള ആഹ്വാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ആഹ്വാനം ഇന്ന് രാജ്യത്തെ യുവജനങ്ങൾ, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ എല്ലാവരും ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ള ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട്, വോട്ടർ പട്ടികയിൽ കയ്യേറ്റം നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് അധികാരത്തിൽ വന്ന സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം രാജ്യത്ത് അലയടിക്കുകയാണ്. അപ്പൊ ആ അലയടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇതിപ്പോ ഇപ്പോഴല്ലേ ഈ പ്രശ്നം ഉണ്ടായത്? വിഭജന ഭീതി ദിനം താങ്കളും BJP-യിലുള്ള കാലത്തല്ലേ ആഹ്വാനം ചെയ്ത്? 2021 നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തതല്ലേ? ശ്രീ സന്ദീപ് വാചസ്പതി, ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ വാദങ്ങൾ. പക്ഷെ അപ്പോഴും എനിക്കും ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ ചരിത്രമെല്ലാം നമ്മുടെ ഉള്ളിലുള്ളതാണ്. നമ്മൾ എപ്പോഴും ഓർക്കാൻ ഇഷ്ടമുള്ളത് ഓർക്കുകയും ഓർക്കാൻ ഇഷ്ടമില്ലാത്തത് മറന്നു കളയുകയും ചെയ്യുന്നവരാണ് മനുഷ്യ രാശി മുഴുവൻ. അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത് അടിച്ചേൽപ്പിക്കേണ്ടതുണ്ടോ? അതല്ലാതെ നമ്മൾ ഓർക്കണമെങ്കിൽ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തെടുത്ത് അത് ആചരിക്കുകയും അല്ലെങ്കിൽ അതിന് ആളുകൾ കൂടിയിരുന്ന് അതേപ്പറ്റി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. അതിനപ്പുറത്ത് ഇത് നിർബന്ധമായി ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിക്കൊണ്ട് ആചരിക്കേണ്ട ഒന്നാണോ? പിന്നെ എന്തിനാണ് സ്വാതന്ത്ര്യദിനം? അല്ല, ഇപ്പോ ആ വിശദീകരണത്തിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ. എത്രമാത്രം സെൽഫ് ഗോളുകൾ അദ്ദേഹം അടിച്ചു എന്നാ പോയി പിന്നീട് ആ റെക്കോർഡിംഗ് കേൾക്കുമ്പോൾ മനസ്സിലാവും. ആ വിശദീകരണത്തിൽ എല്ലാം ഉണ്ട്. കേട്ട ജനങ്ങൾ മനസ്സിലാക്കട്ടെ. അപ്പോ ഞാൻ ഒരു വിഭാഗത്തെയും കുറ്റപ്പെടുത്തിയില്ല. ഇസ്ലാമോഫോബിയ ആണ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. ഞാൻ പറഞ്ഞോ ഇവിടുത്തെ മുസ്ലിങ്ങളാണെന്ന്? അപ്പോ ഇത് ആർക്കെതിരെ എങ്കിലും തിരിച്ചു വെക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. ഞങ്ങൾ ആർക്കെതിരെയും തിരിച്ചു വെക്കാൻ പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞത് ഇന്ത്യ ഓഗസ്റ്റ് 15 എന്നുള്ളത് ഓഗസ്റ്റ് 14 കടന്ന ശേഷം മാത്രമുണ്ടായ ഒരു സംഗതിയാണ്. ഒന്ന്. രണ്ട്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ബ്രിട്ടീഷുകാർ വളരെ പെട്ടെന്ന് അങ്ങ് ഉപേക്ഷിച്ചു പോയപ്പോൾ നടന്നതാണ് വിഭജനമെന്നൊക്കെ പറയണമെങ്കിൽ ചരിത്രബോധത്തിന്റെ 7 അയലത്ത് പോലും പോയിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. 945 തന്നെ ബ്രിട്ടൻ ഭാരതത്തിന്റെ ഭരണം അവസാനിപ്പിച്ചിരുന്നു എന്നും ഇടക്കാല ഗവൺമെന്റ് ഉണ്ടായിരുന്നു എന്നും ഒക്കെയുള്ള ചരിത്രം പഠിച്ചിട്ട് വേണം ചാനലിൽ വന്ന് ഗ്വാ പറയാൻ. അതിനു മുൻപ്, ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് മറ്റാരോ എന്തോ ആണ്, ഞങ്ങൾ ആരെയോ പറഞ്ഞു. ആരെ പറഞ്ഞു? ഇന്ത്യ മഹാരാജ്യം വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തെക്കാൾ വലിയ സംഗതി അതായിരുന്നു. ഒരു രാജ്യത്തിന്റെ 2.5-3 കോടി ജനങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ട സംഭവമാണ് വലുത്. അതും നിങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെ ആരെയും പിടിച്ചുകെട്ടി തല്ലി ചെയ്തിട്ടില്ല. ഇന്ത്യ ഗവൺമെന്റ് ആണ് ഇന്ന് തീരുമാനിക്കുന്നത്. നിർഭാഗ്യവശാൽ നിങ്ങളുടെയൊക്കെ ദൗർഭാഗ്യം കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഭരിക്കുന്നത് വിഭജനത്തിൽ വേദനയുള്ളവരാണ്, വിഭജനത്തിൽ സന്തോഷമുള്ളവരല്ല ഭരിക്കുന്നത്. സ്വാഭാവികമായും ആ ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ് ഇത് ചെയ്യണം. ആ ഗവൺമെന്റ് തീരുമാനം സർക്കുലറായി എല്ലാ സർവകലാശാലകളിലേക്കും അയച്ചു കൊടുത്തു. നിങ്ങൾ അരിയാഹാരം കഴിക്കുന്നു എന്ന് ആഴ്ചയ്ക്ക് 40 വട്ടം പറയണ്ട. ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്നവർ മാത്രമല്ല, ഗോതമ്പ് കഴിക്കുന്നവരും ബാർലി കഴിക്കുന്നവരും ഓട്സ് കഴിക്കുന്നവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇത് ആചരിക്കുന്നുമുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത്. അതൊക്കെ അവിടെ നടന്നുകൊള്ളും. അതുകൊണ്ട് രാജ്യം മുഴുവൻ അങ്ങ് തിരസ്കരിച്ചു എന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ തീർന്നും ആരും എഴുതിയെടുക്കേണ്ടതില്ല. ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നുണ്ട്. കഴിഞ്ഞ 4-5 വർഷമായി നടക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ഒരു വിഭജനവും എവിടെയും ഉണ്ടായില്ല. ഒരു മതസ്പർദ്ധയും എവിടെയും ഉണ്ടായില്ല. ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇതിന്റെ പേരിൽ മതസ്പർദ്ധ ഉണ്ടാകും എന്നുള്ളത്. കഴിഞ്ഞ 4 വർഷമായി ഗവർണർ ഇടപെട്ട് ഇത് കോളേജുകളിലേക്കും സർവകലാശാലകളിലേക്കും ഒരു തവണ അയക്കുന്നു, റിമൈൻഡർ അയക്കുന്നു, ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് നൽകണമെന്ന് പറയുന്നു. എന്താണ് അതിന്റെ ആവശ്യം? ഈ സംസ്ഥാനത്തെ കേരളത്തിലെ ഗവർണറാണ് അയച്ചത്. കേരളത്തിൽ അത് നടപ്പില്ലെന്ന് മന്ത്രിയും സർക്കാരും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആക്ഷൻ ടേക്കൺ, അതൊരു ഭീഷണിയുടെ സ്വരല്ലേ? ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എന്താണ്? ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്ത് ഏത് ദിനാചരണത്തിന്റെ പുറത്താണ് ഗവർണർ മറ്റേതെങ്കിലും ദിനത്തിന്റെ പുറത്ത് ഇങ്ങനൊരു നിർദ്ദേശം കൊടുക്കുന്നതോ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് ചോദിക്കുന്നതോ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഈ ദിനത്തിൽ ഇത് നടത്തിയേ പറ്റൂ എന്നുള്ള ഒരു നിർബന്ധം എന്തിനാണ്? അത് സർക്കാർ നടപടിക്രമങ്ങളെ പറ്റി ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. സർക്കാരിന്റെ എല്ലാ നടപടിക്രമങ്ങൾക്കും സർക്കുലർ വരാറുണ്ട്, റിമൈൻഡർ വരാറുണ്ട്, ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, അതായത് റിപ്പോർട്ട് ആവശ്യപ്പെടാറുണ്ട്, നടന്നോ ഇല്ലയോ എന്ന റിപ്പോർട്ട് ആവശ്യപ്പെടാറുണ്ട്. അതാണ് അത് സർക്കാർ നടപടികളെ പറ്റിയുള്ള അജ്ഞത കൊണ്ട് ഉണ്ടാകുന്ന ചോദ്യമാണത്. അങ്ങനെയല്ല, അത് എല്ലാത്തിലും ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ നടപ്പാക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഒരു റിമൈൻഡറും കൂടെ വരും. അപ്പൊ അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുന്നത് ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയാൻ ഇവിടെ ആരുടെയും സ്ത്രീധനം കിട്ടിയ തറവാടൊന്നും അല്ലല്ലോ. എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഞങ്ങൾ നടപ്പാക്കില്ല എന്ന്? എന്താ വേറെ രാജ്യമാ? ഇന്ത്യ മഹാരാജ്യം നടപ്പാക്കുന്ന ഒരു തീരുമാനം ആ സ്റ്റേറ്റിനും അംഗീകരിക്കാൻ ബാധ്യതയുണ്ട്.
സ്വാഭാവികമായും ആ ഇന്ത്യ ഗവൺമെന്റ് പ്രതിനിധിയായ ഗവർണർക്ക് ഭരണഘടനാപരമായ ഒരു ബാധ്യതയുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റിന് വേണ്ടിയിട്ടാണല്ലോ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളുടെ സിഗ്നേറ്ററി ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് ഉത്തരവ് നടപ്പാകുന്നുണ്ടോ എന്ന് നോക്കേണ്ട ബാധ്യതയുള്ള ആളാണ് കേരള ഗവർണർ. എല്ലാ സംസ്ഥാനത്തിന്റെയും ഗവർണർമാർ അവരവരുടെ ബാധ്യത നിറവേറ്റും. അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഇവർക്കൊക്കെ തറവാട്ട് സ്വത്താണോ ഇത്? നിങ്ങളുടെയൊക്കെ കുടുംബ സ്വത്ത് കിട്ടിയതാണോ? സ്ത്രീധനം കൊണ്ടുവന്നാണോ? അതോ മറ്റെന്തെങ്കിലും രീതിയിൽ എവിടെന്നെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ടുവന്നാണോ? ഈ രാജ്യത്തെ ജനങ്ങളുടെ കൂടിയാണ് കേരളം. ഇവിടെ നടപ്പാക്കുമെന്ന് നിങ്ങൾ പറയുമ്പോൾ നടപ്പാക്കില്ല എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ നടപ്പാക്കണമെന്ന് പറയുന്നവർ ഇവിടെ ഉണ്ടാകുന്നേ. അതിന്റെ പേരാണ് സംവാദം. നിങ്ങൾ സംവാദം നടത്തൂ. അല്ലാതെ കടുകിനകത്ത് കയറി ഒളിച്ചിരുന്നിട്ട് ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, മറ്റേതാണ് മറിച്ചതാണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കഥയില്ല. ഈ രാജ്യത്തെ ജനം ചരിത്രമൊക്കെ ചകഞ്ഞ് പുറത്തിടും. നിങ്ങൾ പറഞ്ഞോളൂന്നേ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളത് എന്തും പറയാം. ആരാണ് വിഭജനത്തിന്റെ രാജകുമാരൻ എന്നൊക്കെ ചരിത്രം വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊള്ളൂ. സവർക്കർ അത് പറഞ്ഞതുകൊണ്ട് എന്താ? സവർക്കർ പറഞ്ഞു നിങ്ങൾ അത് ചർച്ച ചെയ്യും, ഞങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞോ? സവർക്കർ പറഞ്ഞത് മുഴുവൻ തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ? RSS എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ നല്ലതേ ഉൾക്കൊണ്ടു, നിങ്ങൾ തള്ളിക്കളഞ്ഞോളൂ, നിങ്ങളത് ചർച്ചയാക്കിക്കൊള്ളൂ. അപ്പോ ഇവിടെ ആന ചത്താൽ പോലും അതിൽ മതം കണ്ടെത്തുന്ന മാന്യന്മാരാണ് ഇവിടെ ചാനലിൽ വന്നിരുന്ന മതേതരത്വം പഠിപ്പിക്കുന്നത്. ആ മതേതരത്വം ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ആ മതേതരത്വമൊക്കെ കയ്യിലിരിക്കട്ടെ. ഞങ്ങൾ കേരളം കുറെ കാലം കേട്ടതാണല്ലോ ഈ മതേതരത്തിന്റെ അപ്പോസ്തലന്റെ പ്രസംഗമൊക്കെ. അതിനുശേഷം ജ്ഞാനസ്നാനം ചെയ്യപ്പെട്ടപ്പോൾ ഞാൻ എന്തോ ദിവ്യനാണ്, നൂലെ കെട്ടി ഇറങ്ങി വന്ന ആളാണെന്നുള്ള തലത്തിൽ ഒന്ന് സംസാരിക്കരുത്. അല്ല, ഇവിടെ ചരിത്രമുണ്ട് ഓരോരുത്തരുടെയും. ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെയും ചരിത്രത്തെ പറ്റിയാ പറഞ്ഞത്. അങ്ങനെ ഇന്ത്യ മഹാരാജ്യം വിഭജിച്ചത് ആരാണ് എന്നതിന് ചരിത്രം ഇവിടെയുണ്ട്. ഞങ്ങൾക്കൊക്കെ പ്രായമായി, എങ്ങനെയെങ്കിലും ഭരണം കിട്ടിയാൽ മതി എന്ന നിലപാടിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ കൊണ്ടുചെന്ന് എത്തിച്ചതാരാ? എന്റെ ശവശരീരത്തെ മറികടന്ന് മാത്രമേ ഇന്ത്യയെ വിഭജിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ വയോവൃദ്ധനായ ഗാന്ധിയെ മൂലയിലേക്ക് ഒതുക്കി നിർത്തി ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുത്തത് ആരായിരുന്നു? ഡയറക്ട് ആക്ഷൻ ഡേ എന്ന് പറയുന്ന ഒരു ദിവസത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? 1905 ബംഗാൾ വിഭജനത്തെ ഇന്ത്യൻ ജനത ഏകകണ്ഠമായി ഒരുമയോടുകൂടി പരാജയപ്പെടുത്തിയ ചരിത്രം കൂടിയുണ്ട്. 1905 നിന്നും 1947 42 വർഷത്തിന്റെ ഇടയിൽ ഇന്ത്യ മഹാരാജ്യത്ത് വിഭജനം ആവശ്യം പോലെ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇവർ സൃഷ്ടിച്ചില്ലേ? അപ്പൊ ഇത് ചരിത്രം ജനങ്ങൾ പഠിക്കട്ടെ. ശരി, എന്തായാലും ഇങ്ങനെ ഒരു ആഹ്വാനം 2021 വന്നതാണ്. കഴിഞ്ഞ വർഷം തന്നെ UGCയും സമാനമായ നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തവണയാണ് ഗവർണർ ഇക്കാര്യത്തിൽ ഒരു സർക്കുലറും. ശരി സന്ദീപ്, എനിക്ക് മറുപടി സമയം വേണ്ടേ? പറഞ്ഞോളൂ. ഞാൻ അങ്ങ് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഞാൻ പിന്നീട്. ശരി, വളരെ പെട്ടെന്ന് ഒരു മറുപടി. അല്ല, വളരെ പെട്ടെന്നല്ലോ, വളരെ ദീർഘമായിട്ടാണല്ലോ അദ്ദേഹം സംസാരിച്ചത്. അങ്ങ് അതിനു മുൻപ് അതിലും ദീർഘമായി സംസാരിച്ചില്ലേ ശ്രീ സന്ദീപ് വാര്യർ? നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നമുക്കിതിനൊരു അവസരം ഉണ്ടാവില്ലല്ലോ. ശ്രീ സന്ദീപ് വാര്യർ, അങ്ങേക്ക് മറുപടി പറയാനുള്ള അവസരം. സന്ദീപ് അത് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ ശ്രീജ അവസരം തരണം. ഇത് എത്ര നേരം എനിക്ക് കൊണ്ടുപോകാൻ പറ്റും? നമുക്കറിയാവുന്നതല്ലേ ഈ ചർച്ച എന്ന് പറയുന്നത്. പറഞ്ഞോളൂ. ഞാൻ എനിക്ക് കിട്ടിയ ടേണിൽ ഞാൻ വ്യക്തിപരമായി പേരെടുത്ത് അധിക്ഷേപിച്ചു. സന്ദീപ് വാചസ്പതി, അത് അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള അവസരം അതോടെ നമുക്ക് നിർത്താം. ഇന്ത്യ മഹാരാജ്യത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. സന്ദീപ് വാചസ്പതി, നിങ്ങൾ രണ്ടുപേരും സന്ദീപ് ആയതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞു. ശ്രീജ, ഞാൻ പറഞ്ഞത് എന്താ? സന്ദീപ് വാചസ്പതി, മറുപടി പറയാൻ അവസരം കൊടുക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സന്ദീപ് വാര്യർ പറഞ്ഞോളൂ. അല്ല, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും. ധാർഷ്ട്യവും ധിക്കാരവും സർവജ്ഞപീഠം കയറിയവന്റെ ഒരു അഹംഭാവവും ഒക്കെ കാണിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആരാണെന്ന് കേൾക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും. അത് മാത്രമേ ആ വിഷയത്തിൽ പറയുന്നുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ, ഈ ചരിത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യട്ടെ. അങ്ങനെ സംവാദമാണോ അവിടെ നടക്കുന്നത്? സംവാദമല്ലല്ലോ നടക്കുന്നത്. ഈ നാട്ടിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രധാനമന്ത്രി നേരിട്ട് നടത്തിയിട്ടുള്ള അങ്ങേയറ്റം വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങൾ നമ്മൾ കണ്ടതല്ലേ? എല്ലാ സ്ഥലങ്ങളിലും പോയി അവസാനം വസ്ത്രത്തിന്റെ പേരിൽ, അതല്ലെങ്കിൽ ഭാഷയുടെ പേരിൽ, വോട്ട് ജിഹാദ് എന്ന പേരിൽ ഒക്കെ ഏതൊക്കെ രീതിയിലാണ് അവസാന നിമിഷം ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് ശ്രമിച്ചിട്ടുള്ളത്? എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായില്ല? അതിന്റെ പേരിൽ അശോക് ലവാസ അന്നത്തെ ഇലക്ഷൻ കമ്മീഷൻ അടക്കം ഭിന്നമായിട്ടുള്ള അഭിപ്രായം പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഈ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണത്. അപ്പൊ നമ്മള് കേവലം എന്താ പറയാ,
മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ നിഷ്കളങ്കരാണ്, ഞങ്ങൾ ആരെക്കുറിച്ചും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്ന ആൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. രാജ്യത്ത് എന്ത് നടന്നാലും, രാജ്യത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്ത് നടന്നാലും ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി അവരെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അവരെ അപരവൽക്കരിച്ച് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ദുഷ്ടലാക്കോട് കൂടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് RSSഉം BJPയും എന്ന് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും അറിയാം. ആ മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും. അതിനൊരു തർക്കവും വേണ്ട. ഇവിടെ ആന ചത്തതിന്റെ പേരിൽ അതിൽ മതം കണ്ടെത്തിയതാരാ? BJPയുടെ നേതാവ് മനേകാ ഗാന്ധി. ആ മനേകാ ഗാന്ധിയുടെ ട്വീറ്റാണ് ഇവിടെ ഞാൻ അടക്കമുള്ളവരന്ന് റീട്വീറ്റ് ചെയ്തത്. ഇതറിയാത്ത നേതാവാണ് ഇരുന്നിട്ട് പറയുന്നത് ആന ചത്തത് മതവൽക്കരിച്ച നേതാവിനെ നിങ്ങൾക്ക് പുറത്താക്കണമെങ്കിൽ ആദ്യം മനേകാ ഗാന്ധിയെ പുറത്താക്കിയിട്ട് വാ എന്നിട്ട് വർത്താനം പറയൂ. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒറ്റ കാര്യം പറയാം, ഞാൻ ഏതെങ്കിലും പെയ്ഡ് സ്റ്റാഫായിട്ട് BJPയിൽ വന്ന ആളായിരുന്നില്ല, മനസ്സിലായല്ലോ. പണം വാങ്ങിക്കൊണ്ട് ശമ്പളത്തിന് BJP പ്രവർത്തിക്കാൻ വന്ന ആളായിരുന്നില്ല. കുമ്മൻ രാജശേഖരന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് കയറി കൂടിയവനല്ല, ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ആളുമല്ല. ഞാൻ ഗ്രൗണ്ട് ലെവൽ വർക്ക് ചെയ്ത് പണിയെടുത്ത് ക്ലറിക്കൽ പണിയെടുത്ത് ഗുമസ്ത പണിയെടുക്കാൻ അതൊന്നും വേണ്ട. നമുക്ക് അങ്ങനെ വ്യക്തിപരമായ ഒന്നിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മൾ ഒരു വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ സന്ദീപ് വാചസ്പതി. നിങ്ങൾ രണ്ടുപേരും വ്യക്തി അധിക്ഷേപത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇനി ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. രണ്ടുപേരും നിങ്ങൾക്ക് പറയാനുള്ള പോയിന്റുകൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്.